കേരളത്തിൽ ഭരണം പിടിക്കാമെന്ന പ്രതീക്ഷ ബി.ജെ.പിക്ക് ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന ബജറ്റാണ് ഇന്നലെ കേന്ദ്രം അവതരിപ്പിച്ചത്. നേരിയ പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കണ്ണിൽ പൊടിയിടുന്ന പ്രഖ്യാപനങ്ങളെങ്കിലും ഉണ്ടാകുമായിരുന്നു. കാലങ്ങളായി ആവശ്യപ്പെടുന്നതും ശരിയാക്കുമെന്ന് ബി.ജെ.പി സംസ്ഥാന നേതാക്കൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുമായ എയിംസ് പോലും അനുവദിച്ചില്ല. കോർപ്പറേഷൻ കൊടുത്ത തിരുവനന്തപുരത്തിനും ഒന്നുമില്ല. കേന്ദ്ര അവഗണന ആരോപണമാണെന്ന് സമർത്ഥിക്കാനുള്ള കോപ്പുകളൊന്നും ഇനി ബി.ജെ.പിക്കില്ല. രണ്ട് കാര്യങ്ങൾ നിരീക്ഷിക്കാതെ വയ്യ. ഒന്ന്, തങ്ങൾക്ക് ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളെ അവഗണിക്കുന്ന ബി.ജെ.പിയുടെ ഇടുങ്ങിയ രാഷ്ട്രീയം രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിനും ജനാധിപത്യത്തിനും വെല്ലുവിളി ഉയർത്തുന്നു. രണ്ട്, കോർപ്പറേറ്റുകളെയും വിദേശ നിക്ഷേപകരെയും ശക്തീകരിച്ച് രാജ്യത്തെ നാലാം സാമ്പത്തിക ശക്തിയാക്കുന്ന യത്നം മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ ആഘോഷത്തിനപ്പുറം ആളോഹരി വരുമാനത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉദ്ദേശിച്ച ഗുണമൊന്നും മലയാളികൾക്കും രാജ്യത്തെ പാവങ്ങൾക്കും ബോധ്യപ്പെടുന്നില്ല. രാജ്യത്തെ മൊത്തത്തിൽ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളുടെ നേട്ടം ലഭിക്കുമെന്നല്ലാതെ സംസ്ഥാനങ്ങളെ കൈപിടിച്ചുയർത്തുന്ന പരിഗണന തെരഞ്ഞെടുപ്പ് സമയമായിട്ടും കേരളത്തിന് ലഭിച്ചിട്ടില്ല. അതിവേഗ പാതയും എയിംസും ഒക്കെ ഇക്കൂട്ടത്തിലുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസം സംസ്ഥാനം അവതരിപ്പിച്ച ബജറ്റും കേന്ദ്ര വിഹിതത്തിന്റെ അഭാവത്തിൽ പ്രതിസന്ധി നേരിടും. പലതും നടപ്പാക്കാനാകില്ല. 16ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 41% വിഹിതമാണ് സംസ്ഥാനങ്ങൾക്ക് നൽകാനിരിക്കുന്നത്. കേരളം ആവശ്യപ്പെട്ട 50% എന്ന ആവശ്യം തള്ളിക്കളഞ്ഞു. ഇതനുസരിച്ചുള്ള 1.4 ലക്ഷം കോടി രൂപയിൽ കേരളത്തിന് എത്രയുണ്ടാകുമെന്നതിൽ അമിത പ്രതീക്ഷ വേണ്ട. കേവലം 1-2 പ്രഖ്യാപനങ്ങളല്ല സംസ്ഥാനത്തിന്റെ ദീർഘകാല പുരോഗതിയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നത് പൊള്ളയായ ന്യായമാണ്. കഴിഞ്ഞ ബജറ്റിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വാരിക്കോരി കൊടുത്തപ്പോൾ ഇതായിരുന്നില്ല ന്യായം. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ദേശീയ നേതൃത്വത്തിന് അമിത പ്രതീക്ഷയില്ല എന്ന് വായിച്ചെടുക്കാവുന്നതാണ്. രാസവളം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അമോണിയം ഫോസ്ഫേറ്റ്, അമോണിയം നൈട്രോഫോസ്ഫേറ്റ് എന്നിവയുടെ താരിഫുമായി ബന്ധപ്പെട്ട ഇളവ് ഒഴിവാക്കിയതോടെ വളങ്ങളുടെ വില വർദ്ധിക്കുമെന്നത് കേരളത്തിലെ കർഷകർക്കും തിരിച്ചടിയാകും. വളം സബ്സിഡിക്കുള്ള വിഹിതത്തിലും കുറവുണ്ട്. ഇലക്ട്രോണിക് വാഹന ഭാഗങ്ങൾ, സൗരോർജ്ജ പാനൽ എന്നിവയുടെ നികുതി കുറച്ചത് നേട്ടമാകും. പ്രമേഹത്തിനും അർബുദത്തിനും ഉൾപ്പെടെ 17 രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെ വില കുറച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് നിർമ്മിക്കുന്ന സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റുകൾ എന്നിവയ്ക്കും വില കുറയുമ്പോൾ ഇറക്കുമതി ചെയ്യുന്നവയ്ക്ക് വില കൂടുന്നത് ഈ മേഖലയിലെ സംരംഭകർക്ക് ഗുണകരമാകുന്നതാണ്. വിദേശ നിക്ഷേപ പരിധി 10% നിന്ന് 24% ഉയർത്തി. അതേസമയം ഓഹരി അവധി വ്യാപാര ഇടപാടുകൾക്കുള്ള നികുതി നിലവിലുള്ള 0.02% നിന്ന് 0.05% ഉയർത്തിയപ്പോൾ ഓഹരി വിപണി ഇടിയുകയും ചെയ്തു. ഊഹക്കച്ചവട സാധ്യത കുറയ്ക്കാനാണെന്നാണ് സർക്കാർ വിശദീകരണം. എയിംസിന്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. അത് വരുമോ ഇല്ലയോ എന്നതല്ല, എവിടെ സ്ഥാപിക്കും എന്നതിനെക്കുറിച്ചാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുറച്ചു കാലമായി പറഞ്ഞുകൊണ്ടിരുന്നത്. എയിംസ് വന്നാൽ കേരളത്തിൽ എല്ലാം ആകുമെന്നല്ല, പക്ഷെ അതുപോലും തടയുന്നു എന്നത് കേന്ദ്രത്തിന്റെ ശത്രുതാപരമായ നിലപാടായി വിലയിരുത്തപ്പെടും. ആസൂത്രണത്തിൽ കേരളം സ്വന്തം വഴിതെളിച്ച് വെല്ലുവിളികൾ നേരിടേണ്ടതുണ്ട്. ധാതു ഇടനാഴി മുതൽ ഹൈടെക് അഗ്രികൾച്ചറും ടൂറിസവും വരെ ബജറ്റിൽ പരാമർശിച്ചിരിക്കുന്നത് കേരളത്തിനും ഗുണകരമാക്കാനുള്ള കഠിന പരിശ്രമം ഉണ്ടാകണം. അതുപോലെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ഇന്തോ യൂറോപ്യൻ വ്യാപാര ഉടമ്പടിയുടെ നേട്ടങ്ങൾ എങ്ങനെ സ്വന്തമാക്കാമെന്നതിൽ ഗൃഹപാഠം വൈകരുത്. സംസ്ഥാന വികസന ആസൂത്രണങ്ങൾ യാഥാർത്ഥ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാകേണ്ടതുണ്ട്. കേന്ദ്ര വിഹിതത്തെയും പരിഗണനയും അമിതമായി ആശ്രയിക്കാനാകില്ല. തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പുതുവഴികൾ തേടുന്നതിനൊപ്പം കേന്ദ്ര പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിലും റിപ്പോർട്ട് സമർപ്പിക്കുന്നതിലും സംസ്ഥാനം വരുത്തിയ വീഴ്ചകൾ ആവർത്തിക്കരുത്. അമേരിക്ക അധിക തീരുവയിലൂടെ ഇന്ത്യയെ വെട്ടിലാക്കിയപ്പോൾ യൂറോപ്പുമായുള്ള ചർച്ചകൾ ദ്രുതഗതിയിലാക്കി പുതിയ കരാറിലെത്തിയ കേന്ദ്ര സർക്കാരിന്റെ കൂർമ്മ ബുദ്ധി കേരളത്തിന് മാതൃകയാക്കാവുന്നതാണ്. കേന്ദ്രം അവഗണിക്കുന്നുവെന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷെ ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുള്ള ആസൂത്രണം ഫലപ്രദമായി നടക്കുന്നു എന്നതിന്റെ സൂചനയൊന്നുമില്ല. ബജറ്റ് പാർട്ടി വക ആസ്തി വരുമാന വിതരണമല്ലെന്നും രാജ്യത്തിന്റെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിൽ ജനാധിപത്യ ധർമ്മം പാലിക്കണമെന്നും ബി.ജെ.പി തിരിച്ചറിയേണ്ടതുണ്ട്. സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം ബ്രിട്ടീഷ് ഭരണകാലത്തെക്കാളും വർദ്ധിച്ചെന്ന യാഥാർത്ഥ്യം ആഗോള സാമ്പത്തിക ശക്തി പ്രകടനത്തിന്റെ 4ാം സ്ഥാനത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് മറയ്ക്കാനാകില്ല. ബ്രിട്ടീഷ് ഭരണകാലത്ത് രാജ്യത്തിന്റെ വാർഷിക വരുമാനത്തിന്റെ 21% മുകൾ തട്ടിലെ 1% കയ്യിലായിരുന്നു. ഇന്ന് ആ 1% കയ്യിൽ 22.6% വരുമാനമെത്തി. ആകെ ധനത്തിന്റെ 58% ആ 1% കയ്യിലായി. ആഭ്യന്തര വരുമാനത്തിൽ ഇന്ത്യ ജപ്പാനെ പിന്തള്ളി ലോകത്ത് 4ാം സ്ഥാനത്തെത്താൻ ശ്രമിക്കുമ്പോഴും ആളോഹരി വരുമാനത്തിൽ വീണ് കിടക്കുന്ന ദയനീയ കാഴ്ചയുണ്ട്. IMF കഴിഞ്ഞ മെയ്യിൽ പുറത്തുവിട്ട കണക്കനുസരിച്ച് 197 രാജ്യങ്ങളിൽ 141ാം സ്ഥാനത്താണ് ഇന്ത്യ. GDP-യിൽ നാം പിന്നിലാക്കിയ ജപ്പാന്റെ ആളോഹരി വരുമാനം 28.8 ലക്ഷം രൂപ. ഇന്ത്യയുടേത് 2.45 ലക്ഷം. കൗശലം കൊണ്ടും പ്രസംഗം കൊണ്ടും വോട്ട് നേടാം, പക്ഷെ പുരോഗതി തെളിയിക്കാൻ കണക്കുകളെ മാത്രമേ ആശ്രയിക്കാനാകൂ. ബജറ്റിൽ കേരളത്തോട് കാണിച്ചത് വില കുറഞ്ഞ രാഷ്ട്രീയമല്ലെന്ന് കേന്ദ്രം കണക്ക് നിരത്തി പറയേണ്ടതാണ്. അല്ലെങ്കിൽ ഈ കറുത്ത ഞായർ കേരളത്തിലെ ബി.ജെ.പി നേതാക്കളെയും വിഷമവൃത്തത്തിലാക്കും.